എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ എല്ലാവർക്കും കേൾക്കാൻ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. നമ്മുടെ MPPT ചാർജ് കൺട്രോളർ മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് എന്നുള്ള ഇപ്പം സോളാറിലൊക്കെ ആണെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, നേരത്തെ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നുള്ള ടെക്നിക്സ് ആയിരുന്നെങ്കിൽ ഇപ്പം മാക്സിമം പവർ പോയിന്റ് ട്രാക്കിംഗ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, മാർക്കറ്റിൽ ഇപ്പം നിരവധി ഒരുപാട് പ്രൊഡക്ട്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ഉണ്ട്. ഓക്കെ, MPPT ഒരുപാട് അവൈലബിൾ ഉണ്ട്. ആ MPPT തന്നെ എല്ലാം പലതും ഇപ്പോൾ MPPT വെച്ച് വർക്ക് ചെയ്യുന്ന ഇൻവെർട്ടേഴ്സ് ഉണ്ട്, ഓഫ് ഗ്രിഡും ഉണ്ട്, ഓൺ ഗ്രിഡും ഉണ്ട്, സെപ്പറേറ്റ് ചാർജ് കൺട്രോളറുണ്ട്. ഇതൊക്കെ പലതരത്തിലുള്ള പെർഫോമൻസിൻ്റെ വേരിയേഷൻസ് ഉണ്ട്. നമ്മളെപ്പോഴും ഒരു പ്രൈസ് ടാഗ് നോക്കിയും കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും വാങ്ങുന്നത്. അപ്പം ആക്ച്വലി ഇതെങ്ങനെ സെലക്ട് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിലെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാം, അതിനെ നമ്മൾ അൽഗുരിതം എന്ന് പറയും. അപ്പം എന്താണ് ഇത് തമ്മിലുള്ള ബേസിക് ഡിഫറൻസ്, എന്ത് സർക്യൂട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് മുഴുവൻ ഒന്ന് കാണാൻ ശ്രമിക്കുകയും അതേപോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുള്ളത് ഒരു കമൻറ്റ് സജഷനായിട്ട് ഇടുകയും ചെയ്യുക. അപ്പം നമ്മുടെ മാക്സിമം പവർ പോയിൻ്റ് ട്രാക്കിംഗ് എന്ന് പറയുമ്പോൾ അതിന് ബേസിക്കായിട്ട് അതിനൊരു ഹാർഡ്വെയർ ഉണ്ട്, പിന്നെ അതിന് സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയറിനെ നമ്മൾ അൽഗുരിതം എന്ന് വിളിക്കുന്നു, ഹാർഡ്വെയർ പാർട്ടുണ്ട്. ഈ ഹാർഡ്വെയർ പാർട്ടിൻ്റെ മെയിൻ ആയിട്ട് ഇതിന് പറയുന്ന അതിൻ്റെ സർക്യൂട്ട് ശരിക്കും പറഞ്ഞാൽ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന DC to DC കൺവെർട്ടറാണ്. ആ സർക്യൂട്ടിന് ഒരു പേരുമുണ്ട്, സെപിക് കൺവേർട്ടർ എന്നാണ് പറയുന്നത്. SCPIC, സിംഗിൾ എൻഡഡ് പ്രൈമറി ഇൻഡക്റ്റൻസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ അറിയാം, എല്ലാവരും ചോദിക്കാറുള്ളൊരു കാര്യം തന്നെയുണ്ട്, ഇതിൻ്റെ അകത്ത് കോയിൽ, ഒരു കോയിലുള്ള ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട്, ഒരു കോയിലുള്ള MPPT, 2 കോയിലുള്ള MPPT, 3 കോയിലുള്ള MPPT, അതായത് ഇൻഡക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇതിലൊക്കെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തീർച്ചയായിട്ടും പ്രത്യേകതയുണ്ട്. കാരണം അതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം. അതിൻ്റെ അകത്തെ ആ ഒരു ഇൻഡക്ടറും അതേപോലെ തന്നെ ഒരു കപ്ലിംഗ് കപ്പാസിറ്ററും ഉണ്ട്. ഓക്കെ, ആ കപ്ലിംഗ് കപ്പാസിറ്ററും ഇൻഡക്ടറും വെച്ചിട്ടാണ് ഇതിൻ്റെ മൊത്തം ബേസിക്സ് ആയിട്ടുള്ള കുറേ വർക്കിങ്ങും കാര്യങ്ങളും ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ മെത്തേഡുകൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഈ MPPTയുടെ ഒരു മെത്തേഡുകളിൽ 4 മെത്തേഡുകളാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഫ്രാക്ഷണൽ വോൾട്ടേജ് അൽഗുരിതം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫ്രാക്ഷണൽ കറണ്ട് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന MPPTs ഉണ്ട്, പിന്നെ പെഡ്രൂപ്പ് ആൻഡ് ഒബ്സർവ് മെത്തേഡ് വർക്ക് ചെയ്യുന്ന MPPTs ഉണ്ട്, ഇൻക്രിമെൻ്റൽ കണ്ടൻസ് അതിൽ INC എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന MPPTs ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്തെ ഫ്രാക്ഷണൽ വോൾട്ടേജും ഫ്രാക്ഷണൽ കറണ്ട് MPPTയും ഒരു പ്യുവർ MPPT അല്ല. നമ്മൾ കാണുന്ന മിക്ക ചൈനീസിൻ്റെ പ്രോഡക്റ്റുകളും അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു റേഞ്ചിൽ വരുന്ന മിക്ക MPPTസും ഈ 2 മെത്തേഡുകളിലായിരിക്കും. ഐദർ വോൾട്ടേജ് ആയിരിക്കും കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ കറണ്ട് ആയിരിക്കും കോൺസ്റ്റൻറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെടുക്കുന്നത് എന്താണ്, നമുക്കറിയാം പവർ എന്ന് പറയുമ്പോൾ വോൾട്ടേജും കറണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. അപ്പം നമുക്ക് ശരിയായ ഒരു പവറിൻ്റെ ഒരു സംഭവം കിട്ടണം എന്നുണ്ടെങ്കിൽ കറണ്ടും എടുക്കണം, വോൾട്ടേജും എടുക്കണം. സോ ഇത് കാൽക്കുലേഷൻ വരുമ്പോൾ കോംപ്ലക്സ് ആണ്. അൽഗോരിതത്തിൽ വരുമ്പോൾ ഇത് കോംപ്ലക്സ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം എടുക്കും. അപ്പോൾ ഫ്രാക്ഷണൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഫ്രാക്ഷൻ ഓഫ് എ വോൾട്ടേജ് ആയിരിക്കും അതിൻ്റെ അകത്ത് എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫ്രാക്ഷണൽ കറണ്ട് എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയുന്നത്, അതിൻ്റെ അകത്ത് ഇതെടുക്കും, എന്താ പറയുന്നത്, കറണ്ടിൻ്റെ ഒരു ബേസ് ചെയ്തിട്ടായിരിക്കും സംഭവം ഇരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പെഡ്രൂപ്പ് ആൻഡ് ഒബ്സർവ് മെത്തേഡ് എന്ന് പറയും. പെഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുന്ന ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു അങ്കലാപ്പ് അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഇതിൽ വരുന്ന ഒരു വ്യതിയാനം എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനെ സെൻസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം ഒരു വ്യതിയാനം വരുന്നത് ഒന്നെങ്കിൽ വോൾട്ടേജ് കൊണ്ടാവാം അല്ലെങ്കിൽ കറണ്ട് കൊണ്ടാവാം. അപ്പോൾ ഈ വ്യതിയാനത്തിനനുസരിച്ച് മാക്സിമം പവറിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ വേണമെന്നൊക്കെ ഇത് ചിന്തിച്ച്, അതായത് നമ്മൾ ഇട്ടിരിക്കുന്ന പ്രോഗ്രാമിനനുസരിച്ച് കറണ്ട് ആണെങ്കിൽ വോൾട്ടേജ് ആണെങ്കിൽ കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പെഡ്രൂപ്പ് ആൻഡ് ഒബ്സർവ് മെത്തേഡ്. അതേപോലെ ഇൻക്രിമെൻ്റൽ കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ഇതിൻ്റെ ഒരു ഇൻക്രിമെൻ്റൽ കണ്ടക്റ്റൻസ് മെത്തേഡിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഓസിലേഷൻ പൾസും കൊടുക്കാൻ സാധിക്കും എന്നുള്ളത്. അതായത് മറ്റേതിൽ കറണ്ടും വോൾട്ടേജും ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ട് ഒരു വേരിയഡ് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട് ബാറ്ററിയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടുമ്പം ഇതിനുള്ളിൽ അതിനേക്കാളും ഓസിലേഷൻസും കൂടെ, ഓസിലേറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു പൾസ് പോലെ കൊടുത്തിട്ടുള്ള ഒരു സംഭവം ചെയ്യാനുള്ള ഒരു കഴിവും ഈ പറഞ്ഞ ഇൻക്രിമെൻ്റൽ ഇതുണ്ട്. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള MPPTs ഉണ്ടാക്കുന്നവർ ഈ 2 മെത്തേഡായിരിക്കും യൂസ് ചെയ്യുന്നത്. ഏതാണ്, പെഡ്രൂപ്പ് ആൻഡ് ഒബ്സർവ് മെത്തേഡോ അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ കണ്ടക്റ്റൻസ് മെത്തേഡ് എന്നുള്ള ഈ മെത്തേഡുകൾ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുകയോ ചെയ്യും. ഓക്കെ, അപ്പം
പിന്നെ ഈ എങ്ങനെയാണ് അപ്പോൾ ഈ സെബിക് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ ഈ ഒരു കൺവേർട്ടർ സർക്യൂട്ടിൻ്റെ അകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജും അല്ലെങ്കിൽ കറണ്ടും നമ്മൾ സെൻസ് ചെയ്യുകയും അതോടൊപ്പം ഈ എന്താ പറയുന്നത് ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും പെർഫോമൻസ് അല്ലെങ്കിൽ ഡി സി ടു ഡി സി ഞാൻ പറഞ്ഞ ഓൾറെഡി ഡി സി ടു ഡി സി കൺവേർട്ടറാണ്. അപ്പം ഇതിനൊക്കെ ഒരു വി ഒ സി എന്നൊക്കെ പറഞ്ഞാൽ ഓപ്പൺ വോൾട്ടേജ് ഒക്കെ കൊടുക്കുന്ന റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മിക്ക എം ബി പി ടിയുടെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ലാർജ് റേഞ്ച് ഓഫ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു വേരിയഡ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഒന്നും കൊടുക്കാൻ പറ്റുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതിൻ്റെയൊക്കെ കാര്യം ഇതാണ്, നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ഇൻറ്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അത് കീപ്പ് ചെയ്യാനാണ് കൂടുതൽ ഇൻഡക്ടറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയും ആ സർക്യൂട്ടിൻ്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാർഡ്വെയർ പാർട്ടും സോഫ്റ്റ്വെയർ പാർട്ടും കംപ്ലീറ്റ്ലി ഓരോ മാനുഫാക്ചർക്ക് അനുസരിച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോരുത്തരുടെ തലയുദിക്കുന്ന ആശയങ്ങൾ വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് പി ഡബ്ല്യു എം എന്നുള്ള ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ഒഴിവാക്കിയല്ല. പി ഡബ്ല്യു എം എം ബി പി ടി നമ്മളുടെ ബേസിക് ഡിഫറൻസ് എന്തായിരിക്കും? പി ഡബ്ല്യു എന്ന് പറയുമ്പോൾ ഒരു സ്വിച്ചിങ് സർക്യൂട്ട് വെച്ചിട്ട് ഒരു ഒന്നെങ്കിൽ ഒരു അനലോഗ് സർക്യൂട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മൈക്രോ കൺട്രോളർ വെച്ചിട്ട് നമുക്കൊരു സിഗ്നൽ ഉണ്ടാക്കിയിട്ട് പി ഡബ്ല്യു എം സ്വിച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അതിനൊരു സ്പെഷ്യൽ അൽഗോരിതം, ഒരു പി ഡബ്ല്യു എമ്മിൻ്റെ ഒരു അൽഗോരിതം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ അൽഗോരിതം മാത്രമേ ഉള്ളൂ. ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും ഉണ്ടാകില്ല. നമ്മൾ പഠിക്കുന്ന ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻ്റഗ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നൊരു പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി ഉള്ള ഈ ഇങ്ങനെ യൂസ് ചെയ്യുന്ന അൽഗോരിതം. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ അകത്ത് എം ബി പി ടിക്ക് അത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഡി വി ബൈ ഡി ടി എന്നുള്ള ആ ഒരു പോർഷൻസും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. കുറേ എന്താ പറയുക സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള കുറേ ഇക്വേഷൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. അതിന് ഈ പറഞ്ഞ പോലെ കറണ്ട് എത്രയോ വോൾട്ടേജ് എത്രയാണെന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്യും. അതിനനുസരിച്ച് വേണം അതിൻ്റെ ഇൻഡക്ടൻസിൻ്റെ മൈക്രോ ഹെൻറി ഉള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ ഈ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഇത് ചെയ്യും. ഇപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ എടുത്തിട്ടാണ് ഈ ഒരു സർക്യൂട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ പ്രൊട്ടക്ഷൻസും അതിൻ്റെ വോൾട്ടേജും കറണ്ട് സെൻസർ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് ഈ സർക്യൂട്ട് കോംപ്ലക്സിറ്റി ആക്കിയിട്ട് നമുക്ക് ഡെലിവർ ആയിട്ട് നമുക്കൊരു പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പി ഡബ്ല്യു എം ഇതിൻ്റെ അകത്തും പി ഡബ്ല്യു എം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ പി ഡബ്ല്യു എം ഒരു പ്രോഗ്രാം വേയിലാണ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻഡക്ടറും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കപ്ലിംഗ് കപ്പാസിറ്റർ എപ്പോൾ ഓൺ ആവണം ഓഫ് ആവണം എന്നുള്ളൊരു കാര്യം തീരുമാനിക്കുന്നു ഒരു സ്വിച്ചിങ് സർക്യൂട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ആ സ്വിച്ചിങ് സർക്യൂട്ടിനെ പി ഡബ്ല്യു എം തന്നെ വെച്ചിട്ടാണ് എനേബിൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പക്ഷേ പി ഡബ്ല്യു എം ഒരു പർട്ടിക്കുലർ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം വെച്ചിട്ടാണ് ഈ എം ബി പി ടിയിൽ വർക്ക് ചെയ്യുന്നത്. സോ വീഡിയോ ഇപ്പം ജസ്റ്റ് നിർത്തുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആഡ് വീഡിയോ നിങ്ങളുടെ സജഷൻസ് പ്രകാരം നമുക്ക് ചെയ്യാം. താങ്ക് യു.